കീബോർഡ് ഇല്ലാതെ മനസ്സുകൊണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കീബോർഡ് ഇല്ലാതെ ടൈപ്പ് ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു സയൻസ് ഫിക്ഷൻ അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. യെസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന ടെക്നോളജിയെ കുറിച്ചാണ്. ദിസ് ഈസ് മുഹമ്മദ് മിഷാൽ. ഐ എം ബാക്ക് അഗൈൻ വിത്ത് അനദർ വീഡിയോ. എന്താണ് BCI അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്? നമ്മുടെ ബ്രെയിനും നമ്മുടെ മെഷീൻസും തമ്മിലുള്ള ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ഇതിനെ ചിന്തിച്ചാൽ മതി. സാധാരണ ബ്രെയിന് നമ്മളൊരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ സാധാരണ ബ്രെയിൻ ആദ്യം ഒരു ഇലക്ട്രിക് സിഗ്നൽ ജനറേറ്റ് ചെയ്ത് പിന്നീട് അത് നെർവസ് സിസ്റ്റത്തിലൂടെ മസിൽസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ എടുക്കാൻ വിചാരിക്കും, നമ്മൾ ടേബിളത്തെ ഒരു സാധനം നമ്മൾ എടുക്കാൻ വിചാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ഇലക്ട്രിക് സിഗ്നൽ അത് ജനറേറ്റ് ചെയ്യുകയും അത് നെർവസ് സിസ്റ്റത്തിലൂടെ നമ്മുടെ മസിൽസിലേക്ക് എത്തുകയും എന്നിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. BCIയിലേക്ക് വരുമ്പോൾ അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഈ മസിൽസ് നമ്മളവിടെ എടുത്ത് കളയാണ്. അതായത് ശരീരത്തിൽ നിന്ന് എടുത്ത് കളയല്ല കേട്ടോ, നമ്മൾ ഈ മസിൽസിൻ്റെ സ്റ്റെപ്പ് നമ്മളങ്ങോട്ട് അവോയ്ഡ് ചെയ്യാണ്. അതായത് ബ്രെയിൻ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക് സിഗ്നൽ നെർവസ് സിസ്റ്റത്തിലൂടെ ഡയറക്റ്റ് നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോമിലായിട്ട് ഓൾറെഡി നമ്മുടെ ബ്രെയിനിലുണ്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കമ്പ്യൂട്ടറിലേക്ക് എത്തുകയും കമ്പ്യൂട്ടർ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അഥവാ അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. അതാണ് BCI. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറുകളെ കൺട്രോൾ ചെയ്യാൻ മനസ്സുകൊണ്ട് സാധിക്കുന്ന രീതിയിലാണ് BCI എന്ന ടെക്നോളജി ഉള്ളത്. ഇത് പൊതുവേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ചലനം നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ടാവും. അവർക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ കേപ്പബിലിറ്റീസ്, മനുഷ്യൻ്റെ കഴിവുകളെ അഡ്വാൻസ് ചെയ്യാനും ഈ ടെക്നോളജി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ BCI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ അത് റിസീവ് ചെയ്യുന്നത് ഇലക്ട്രോഡ്സ് ആണ്. നമ്മുടെ രണ്ട് രീതിയിലാണ് ഇലക്ട്രോഡ്സ് ഉള്ളത്, ഇൻവേസീവും നോൺ ഇൻവേസീവും. അതായത് ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലൻ്റെ ഉള്ളിൽ സർജറി ചെയ്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതായിരിക്കും. മറ്റേത് സർജറി ചെയ്യാതെ പുറത്തു കൂടി തലേൻ്റെ അടുത്ത് ബെൽറ്റോ കാര്യങ്ങളോ ഉപയോഗിച്ച് അത് വിയർ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും നോൺ ഇൻവേസീവ്. ഈ രണ്ട് രീതിയിലാണ് ഇലക്ട്രോഡ്സ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ ഇലക്ട്രിക് സിഗ്നൽസ്, ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത്. ഈ റിസീവ് ചെയ്ത സിഗ്നൽസ് ഇലക്ട്രോഡ്സ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം, ഒരു സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് അൺവാണ്ടഡ് നോയ്സുകൾ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ ഒരു സ്പെഷ്യൽ അൽഗോറിതം തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ അത് റിസീവ് ചെയ്തതിന് ശേഷം ആ അൽഗോറിതം യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാറും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ആക്ഷൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റൊബോട്ടിക് ആം ഞാനിവിടെ മുന്നിൽ വെക്കുകയാണെന്ന് വിചാരിച്ചു. ഈ റൊബോട്ടിക് ആമിനെ മൈൻഡ് ഉപയോഗിച്ച് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഒരു വേവ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക് ബ്രെയിനിലുണ്ടാകുന്നു. ഈ ഇലക്ട്രിക് സ്പാർക്ക് ന്യൂറോൺസിലൂടെ ഇലക്ട്രോഡ്സ് റിസീവ് ചെയ്യുകയും അത് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ അത് നോയ്സ് ക്ലിയർ ചെയ്ത് സ്പെഷ്യൽ അൽഗോരിതം ഉപയോഗിച്ച് നോയ്സ് ക്ലിയർ ചെയ്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, റോബോട്ടിക് ആമിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ബേസിക്കലി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കൂടുതൽ ടെക്നോളജി വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ടെക്നോളജികളാണ് നിങ്ങൾ കുറച്ചുകൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ അൻറ്റിൽ ദെൻ, ബൈ.